സഹർഷം സ്വാഗതം ചെയ്യുന്നു ഷെറിനെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗെയിമിലുള്ളത് കുറച്ച് ഒബ്ജക്ട്സ് ആണ്. പേപ്പർ ബാഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, പേപ്പർ ക്യാരി ബാഗ്സ്. ഇത് കൂടാതെ ഇവിടെയുള്ളത് വുഡൻ ബ്ലോക്സ് ആണ്. ഈ വുഡൻ ബ്ലോക്സിൻ്റെ പ്രത്യേകത ഇതിലൊരു ഹോളുണ്ട് എന്നുള്ളതാണ്. 1 2 3 4. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻറ്റ്. അതൊരു സോളിഡ് ഷാർപ്പ് സ്ട്രോങ് നെയിലാണ്. ടീച്ചർ ഒന്ന് കൈ കാണിക്കാമോ? ഇത് സോളിഡ് ആണോ? ആണ്. സ്ട്രോങ് ആണോ നോക്കൂ. സ്ട്രോങ് ആണ്. ഓ, ഒരു നിമിഷം. ഷാർപ്പാണോ നോക്കൂ. അല്ലേ? യെസ്, ഇരിക്കും പ്ലീസ്. ഈ ആണിയെ ഒരു വുഡൻ ബ്ലോക്കിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ബാഗിലേക്ക് വെക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ബാഗ് മാത്രം ഇവിടെ ഡേഞ്ചറസ് ബാഗാണ്. ബാക്കി 3 ബാഗുകളും സേഫാണ്. ഇനി ഞാനൊന്ന് മിക്സ് ചെയ്യാം. മുൻപിലിരിക്കുന്ന കുട്ടികളോടും വീട്ടിൽ ഇത് കാണുന്ന കുട്ടികളോടും ആദ്യമായിട്ട് ഞാനൊന്ന് പറയുന്നു, ഒരു കാരണവശാലും ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. വളരെ ഡേഞ്ചറസ് ആണ്. ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നു. മിക്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എവിടെയാണ് സേഫ്, എവിടെയാണ് ഡേഞ്ചർ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എവിടെയാണ് സേഫ് ആയിട്ടുള്ളത് എൻവലപ്പൊന്നും എവിടെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്, അല്ലേ? ഓക്കെ, വേണമെങ്കിൽ ഞാനൊന്ന് ബാക്കിലേക്ക് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇനിയാണ് ഗെയിം ആരംഭിക്കുന്നത്. കുട്ടികളുടെ കൂടെ 3 ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ 3 പേരെ വിശ്വസിച്ചിട്ടാണ്. ഇവിടെ 4 എൻവലപ്പ് കാണാം. എൻവലപ്പ് നമ്പർ 1, 2, 3 and 4. ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന എൻവലപ്പ് നമ്പർ 2 ആണ്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, ഇത് നിങ്ങളെ ബാധിക്കണ്ട. എൻ്റെ ചോദ്യം, ഏത് എൻവലപ്പാണ് സേഫ് എന്ന് സാറിന് തോന്നുന്നത്? സാറ് പറയുന്ന എൻവലപ്പ് സേഫ് ആണെന്ന് വിശ്വസിച്ച് ഓക്കെ പറയൂ. എൻവലപ്പ് നമ്പർ 1, 2, 3, 4 ഇതിൽ ഏതാണ് സേഫ്? പറയൂ. 3. എൻവലപ്പ് നമ്പർ 3 ആണ് സേഫ് എന്നാണ് സാർ പറയുന്നത്. അതെ. ഷുവർ? ഷുവർ. താങ്ക് യു വെരി മച്ച് സാർ. പ്ലീസ് ഇരിക്കും. താങ്ക് യു ടീച്ചർ. സാറ് പറഞ്ഞ ഉത്തരം സേഫ് ആയിരുന്നതിനാൽ ഞാനിപ്പോഴും എൻ്റെ കൈ ഇപ്പോഴും സേഫാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചർ പറയുന്നതെങ്കിൽ എൻ്റെ ജീവിതം അതിനനുസരിച്ച് മാറി മറിയും. എൻവലപ്പ് നമ്പർ 1, 2 and 4 ഇതാണ് ശേഷിക്കുന്നത്. ടീച്ചറിൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്ന എൻവലപ്പ് ഏതാണ്? പറയൂ. 2. ഓക്കെ ഓക്കെ 2 അല്ലേ? വെയിറ്റ് ടീച്ചർ. ചിലപ്പോൾ ടീച്ചർ ഇവിടുന്ന് പോകുമ്പോൾ, ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ചുറ്റും ഇരിക്കുന്ന ഈ കുട്ടികൾ ടീച്ചറോട് ചോദിക്കും, എന്താണ് ടീച്ചർ 2 പറഞ്ഞത്, ടീച്ചറിന് 4 പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ടീച്ചർ ഈ ഡിസിഷൻ മാറ്റുമോ? ഇല്ല. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു ടീച്ചർ. അടുത്തയാൾ. ടീച്ചർ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞത്? ബേസിക് സയൻസ് ആണ്. ഓക്കെ ടീച്ചർ, എൻ്റെ ജീവിതം ടീച്ചറിൻ്റെ കയ്യിലാണ്. ഒരു മജീഷ്യന് കൈ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ടീച്ചറിൻ്റെ മനസ്സിൽ ഇപ്പോൾ ആദ്യമായിട്ട് വന്ന നമ്പർ എൻവലപ്പ് നമ്പർ 1 ആണോ എൻവലപ്പ് നമ്പർ 4 ആണോ? പറയും. എൻവലപ്പ് നമ്പർ 1. എൻവലപ്പ് നമ്പർ 1 ആണ് എന്ന് പറയുന്നു, അല്ലേ? ഷുവർ ആണോ? ഷുവർ. അപ്പോൾ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ കൈയടിക്കുമോ? നോ. ഓക്കെ, അപ്പോൾ ഷുവർ അല്ല. ബട്ട് ടീച്ചറിൻ്റെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുന്നു, അല്ലേ? അതെ. താങ്ക് യു വെരി മച്ച്. എൻവലപ്പ് നമ്പർ 1 and 4 സെലക്ഷൻ
1. 1. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവിടെ ഈ 3 പേരിൽ ആരുടെയെങ്കിലും ഡിസിഷൻ തെറ്റിയിരുന്നുവെങ്കിൽ ഇതായിരുന്നു എൻ്റെ കൈക്ക് സംഭവിക്കേണ്ടിയിരുന്നത്. ഈ ഒരു പെർഫോമൻസ് ഇവിടെ ചെയ്തപ്പോൾ ഞാൻ അവിടെ ആക്ച്വലി ഇങ്ങനെ എന്താ പറയുക ടെൻസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിൽ ആക്ച്വലി അങ്ങനെ ചൂസ് ചെയ്യാല്ലേ മേ ബി. ഇപ്പോൾ ഇതിപ്പോൾ അവിടെ നിന്ന് ടീച്ചർ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ അത് ടീച്ചർ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇല്ല. സെലക്ട് ചെയ്യില്ല. കാരണം ഇതിനകത്തും ഒരു മെന്റൽ എലമെന്റ് ഉണ്ട്, ഒരു മെന്റൽ മാജിക്കിന്റെ ഒരു എലമെന്റ് ഉണ്ട് അതിനകത്ത്. സോഷ്യൽ സൈക്കോളജി ഞങ്ങൾ ഇതിനെ പെർസുവേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഷെറിൻ സാർ ഇവരെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ഡിസിഷൻസേ കൂടുതലും നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടേതാണെന്നാണ് നമ്മൾ കരുതുന്നത് പലപ്പോഴും. പക്ഷേ അത് കൂടുതലും പരസ്യങ്ങൾക്കനുസരിച്ചും ചുറ്റുമുള്ള ആളുകൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടേതായ ഡിസിഷൻ എന്ന് പറയുന്ന ഒന്നില്ല എന്നാണ് സൈക്കോളജി പറയുന്നത്. ഷെറിൻ വെരി നൈസ് പെർഫോമൻസ്. താങ്ക് യു സർ. എനിക്ക് ഐ തിങ്ക് ഷെറിന് ഒരു 3-4 ഇയേഴ്സ് മുമ്പേ അറിയാം. നിങ്ങൾ ഐ ഹാവ് സീൻ ഹിം പെർഫോമിങ്. കൂടുതൽ ടെക്നിക്കൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരുടെ ചോദിച്ചാലും 2 സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അവിടെ വെച്ച് തുടങ്ങിയതാണ് ആ മെൻറ്റൽ മാജിക് എന്ന് പറയുന്നത്. അഫ്കോഴ്സ് ദർ ഇസ് എ വെരി ബിഗ് എന്താ പറയുക, സപ്പോസ് ഇവിടെ ആരെങ്കിലും 4 ചൂസ് ചെയ്താൽ പോലും അത് മാറ്റാനുള്ള ഒരു ടെക്നിക്കും ഒരു മൈൻഡ് ഇൻഫ്ലുവൻസിങ്ങും ഷെറിനിക്ക് ഉണ്ട്. സോ അതാണ് ഒരു ഗ്രേറ്റ്, അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഹാസ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് സന്തോഷം.